ജോമി ചേട്ടനോടാണ്. ഇപ്പോൾ സിനിമയുടെ ലീഡ് റോൾ ചെയ്യുന്ന രണ്ടുപേര് ഇവിടെ കാണാനില്ല. ഇപ്പോൾ പ്രശാന്താണെങ്കിലും നായികയാണെങ്കിലും ഇല്ല. എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ പ്രശാന്ത് ഇപ്പോൾ ഓൾറെഡി കുറേ സിനിമകളൊക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, മീഡിയക്കാർക്കൊക്കെ അറിയാം. പ്രശാന്ത് ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങുമായിട്ട് വേറെ ലൊക്കേഷനിലാണ്. പിന്നെ നായിക ഡൽഹി ബേസ്ഡാണ്. പുള്ളിക്കാരിയും ജോലി ചെയ്യുന്നതുകൊണ്ട് പിന്നെ വേറെ 1-2 സിനിമ അവിടെ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കും അവർ സിനിമയുടെ റിലീസിങ് വെച്ചിരുന്ന കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. നായിക ഡൽഹിയിൽ നിന്ന് ലീവ് എടുത്ത് വന്ന് 1 മാസത്തോളം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ചില കുറച്ച് നമ്മുടെ ഡിലേ വന്നപ്പോൾ ഡേറ്റ് മാറ്റിയപ്പോൾ അവർ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പം ഞാൻ ഉൾപ്പെടെ അയർലൻഡിൽ നിന്ന് അങ്ങനെ വന്നതായിരുന്നു. ഇന്നത്തെ ഡേറ്റ് തീരുമാനിച്ചപ്പോൾ സഭയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഡേറ്റ് തീരുമാനിക്കുന്നതിന് ഒരു കുറച്ചേ ആയിട്ടുള്ളൂ. ഒത്തിരി അവർ ഞാൻ ഓൾറെഡി അവർ ആക്ടേഴ്സിനെ അറിയാമല്ലോ, അവർ ഓൾറെഡി ഒരാൾക്ക് കോൾ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റത്തില്ല. ലൊക്കേഷനൊക്കെ നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലൊക്കേഷൻ അവർ ദൂരെയാണ് പ്രശാന്തിൻ്റെ ഇത്, അതുകൊണ്ടാണ് ഇവിടെ വരാൻ പറ്റാതിരിക്കുന്നത്. പിന്നെ നായിക ഡൽഹിയിലാണ്, അവർ ജോലിയൊക്കെ ആയിട്ട് അവർക്ക് ഇടയ്ക്ക് UK പോകേണ്ടി വരും. അപ്പം അവരൊരു പ്രൊഫഷണൽ ഒരു ആക്ട്രസ്സായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ള ജോലി കളഞ്ഞിട്ട് വരാൻ പറയാൻ നമുക്ക് അധികാരമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവരോട് നമ്മൾ പറഞ്ഞു ഡേറ്റിലുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ മാക്സിമം വരാം. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്, കാരണം അവരൊരു ഇതൊരു പാഷൻ പിന്നെ പ്രൊഫഷൻ ആക്കുന്നുള്ളവർ. അല്ല, പ്രശാന്തിന്റെ കാര്യമാണെങ്കിലും പ്രശാന്ത് പറഞ്ഞു വേറെ ലൊക്കേഷനിലാണ്. അപ്പോൾ നമ്മളാണ് ഈ സിനിമയുടെ റിലീസിങ് പോലും നമ്മൾ കൺഫേം ഡേറ്റ് വരുന്നത്. ഈ നമുക്ക് തിയേറ്റേഴ്സ് ലിസ്റ്റിൽ ഇപ്പോൾ കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ February 6th നമ്മൾ വെച്ചു. അപ്പം ആ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു കൺഫർമേഷൻ ഇല്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റിയ ജനനായകൻ സിനിമയുടെ കൺഫ്യൂഷൻസ് ഒക്കെ വന്നു, പല സിനിമകളും അങ്ങോട്ട് ഇവിടെ മാറുമായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നു, നമ്മൾ കൺഫേം ചെയ്യാനുള്ള കുറച്ച് ഡിലേ വന്നു. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു, അന്ന് തന്നെ അവർ നമ്മളോട് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ആ ഒരു സമയത്താണെങ്കിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും, വേറെ ലൊക്കേഷനിലായിരിക്കും എന്ന്. അപ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യണമെന്ന്, കാരണം കഴിഞ്ഞ മാസം അവർ നമ്മളോട് പല പ്രൊമോഷൻസിന് വന്നു. പിന്നെ നമ്മളൊരു ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് വരുത്തുക എന്നുള്ളത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അവരുടെ ആ ഒരു അഭാവത്തെ. എനിക്ക് തോന്നുന്നു ഏകദേശം 6 മാസത്തോളം ഈ സിനിമ റിലീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വരാൻ കാരണം? 6 മാസത്തോളമായിട്ടില്ല. കാരണം നമ്മൾ ഡിസംബറിലാണ് നമ്മൾ ആദ്യമേ അനൗൺസ് ചെയ്തത്. December 5th അനൗൺസ് ചെയ്യുന്നുള്ള രീതിയിൽ ഇപ്പം നോക്കിയാൽ അറിയാമല്ലോ, ഡിസംബർ തൊട്ട് ഇപ്പോൾ ഈ ഒരു മാസം വരെ 6 മാസം ആയിട്ടില്ല. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പം 2 മാസം എന്ന് പറയാം, 2.5 മാസം എന്ന് പറയാം. നമ്മൾ അങ്ങനെ ജനുവരി, എനിക്കൊന്ന് ഞാൻ നവംബറിലാണ് നാട്ടിൽ വരുന്നത്. അപ്പം നവംബർ 15 തൊട്ടാണ് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പരിപാടി തുടങ്ങുന്നത്. എന്നിട്ട് 3 മാസം ഹാർഡ്ലി ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് December 5 ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ സിനിമയുടെ ഒപ്പം തന്നെ വേറെ പല സിനിമകളും December 5 ഫിക്സ് ചെയ്തായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങളായ പല സിനിമകളും മാറ്റേണ്ടി വന്നു, നമ്മുടെ മാറ്റേണ്ടി വന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ മാക്സിമം നേരത്തെയാക്കി നമ്മളിപ്പോൾ February 6 ഡേറ്റ് ചൂസ് ചെയ്തു. 1 മാസം 1.5 മാസം ഗ്യാപ്പ് വന്നു, സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ മീഡിയയുടെ ഭാഗത്താണെന്നെങ്കിലും? അല്ല, മീഡിയയുടെ ഭാഗത്ത് പറഞ്ഞാൽ സുലേട്ടൻ പറഞ്ഞാൽ അത് മീഡിയക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ വലിയ സിനിമ ചെറിയ സിനിമ, ഇപ്പം ഇത് ചെറിയ സിനിമയാണെന്ന് മീഡിയക്കാർ കാണാതെ എങ്ങനെ അറിയുന്നത്? നമ്മൾ ശരി കാസ്റ്റ് നോക്കുമ്പോൾ ചെറിയ സിനിമയായിരിക്കും, പക്ഷെ നമ്മൾ ഓരോ സിനിമ എടുക്കുന്നവർക്കുള്ള ഒരു എഫേർട്ടുണ്ട്, അത് അവരെ സംബന്ധിച്ച് വലുതായിരിക്കും. അപ്പം മീഡിയക്കാർ അവർക്ക് ഒരു പക്ഷേ മുമ്പോട്ട് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ സപ്പോർട്ട് കൂടുതൽ കിട്ടുമായിരിക്കും. പിന്നെ ഇപ്പം വന്ന എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മളെല്ലാവരും അറിയിച്ചായിരുന്നു, മീഡിയക്കാർ നമ്മുടെ PR വഴി അറിയിച്ചായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ വേറെ ചേട്ടൻ പറഞ്ഞ പോലെ വേറെ വലിയ സിനിമകൾ വേറെ ഉണ്ടല്ലോ. ഈ ആഴ്ച 9 സിനിമകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് റിലീസിങ്. അപ്പം മീഡിയക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, അവർക്ക് നിങ്ങൾ പല ഷോകൾ പോയിട്ടല്ലേ വരുന്നത്. അപ്പം അത് ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞു, നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സോ ഇനി ആളുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു കേട്ടോ.